ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ആസ്ട്രോളജി അല്ലെങ്കിൽ ജ്യോതിഷം ആസ് എ കരിയർ. സോ ഇതെടുക്കാൻ അല്ലെങ്കിൽ ഇത് പറയാൻ ഞാനും കുറേ നേരം ആലോചിച്ചു. ഇങ്ങനെ ഒരു ടോപ്പിക് ഞാൻ ഇടണോ? അന്ധവിശ്വാസം അന്ധവിശ്വാസം പരത്തുകയാണ് ഞാനെന്നൊക്കെ പറയുമോ എന്നൊക്കെ വിചാരിച്ച് ഞാനൊന്ന് കൺഫ്യൂഷനിലായെങ്കിലും എന്തായാലും ഇത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ പറയുമായിരിക്കും ഇത് ഭയങ്കര അന്ധവിശ്വാസമാണ്, പണ്ട് കാലത്തെയാണ്. പക്ഷെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇപ്പം സയൻസ് ഇത്രയും ഡെവലപ്ഡായി. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ കാൽക്കുലേഷൻസൊക്കെ ഈ പറഞ്ഞ പല പല ആപ്പിലൂടെയും എല്ലാം നമുക്ക് ഈസി ആയിട്ട് സിംപ്ലിഫൈഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ അതിനകത്തെ കൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ മതി. സോ ഇറ്റ് ബിക്കംസ് വെരി ഈസി. പണ്ടൊക്കെ രാജാക്കന്മാർ മാത്രമാണ് നമുക്ക് നല്ല വിള കിട്ടുമോ, ഇപ്രാവശ്യം നന്നായിട്ട് മഴ വരുമോ എന്നൊക്കെ ഉള്ള കാര്യത്തിനാണ് ഈ കാര്യങ്ങൾ. അതുപോലെ തന്നെ രാജാക്കന്മാർ വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. രാജാവെന്നൊക്കെ പറയുന്ന ഒരു നാടിനെ മുഴുവൻ കാക്കുന്ന ഒരാളല്ലേ. അപ്പോൾ അദ്ദേഹം ഈ സമയത്ത് യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നല്ലതാണോ, സമയം നോക്കി ഇറങ്ങുക, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിരുന്നത് പലരും. പക്ഷേ ഇന്നിപ്പോൾ എല്ലാവർക്കും എല്ലാം അവൈലബിൾ ആയതുകൊണ്ട് എവരിബഡി ക്യാൻ യൂസ് ഇറ്റ്. അപ്പോൾ ഞാൻ എന്തിനാണ് ഇതിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ഫുൾ ടൈം ഒരു അസ്ട്രോളജറായിട്ട് പോകാനോ അങ്ങനെയൊന്നുമല്ല. അതിന് വളരെ ഒരുപാട് പൈസ കിട്ടുന്ന ഒരു ഫീൽഡാണ്, അല്ലെങ്കിൽ പൈസ മറിയുന്ന ഒരു ഫീൽഡാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ഇതിൻ്റെ ബേസിക് കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. കാരണം നമ്മളെ വല്ലവരും കാരണം ഒരു മെഡിസിൻ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡോക്ടർ എന്നൊക്കെ പറയാൻ അവർക്ക് ആ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പോയി ജയിലിൽ പോയിടേണ്ടി വരും. കാരണം ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് രോഗി മരിക്കാൻ വരെ സാധ്യതയുണ്ട്. പക്ഷേ ഇതിലെന്ന് വെച്ചാൽ അങ്ങനെയുള്ള കേസസ് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു കാര്യം എനിക്ക് ഇന്ന കാര്യം ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഇന്നൊരു കാര്യം ചെയ്താൽ നന്നാകുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചായിരിക്കും ഒരാൾ വരുന്നുണ്ടാവുക. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 50% ചാൻസ് അങ്ങേര് രക്ഷപ്പെടാനുള്ള, അല്ലെങ്കിൽ അങ്ങേര് ഇത് കാര്യം ചെയ്താൽ രക്ഷപ്പെടാനുള്ള ചാൻസ് ഓൾറെഡി 50% ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നതിൽ 50% എന്തായാലും ശരിയാണ്. പിന്നെ അത് ഓൾറെഡി പ്രോബബിലിറ്റിയുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് ഒരു വലിയൊരു ശാസ്ത്രമാണ്. ആക്ച്വലി നിങ്ങളിനി ഒരു ശാസ്ത്രമായിട്ട് പോലും ഞാൻ പറയുന്നില്ല. ഇതൊരു കഥയാണ്. അതായത് അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയൊക്കെ കഥ പോലെ ഒരു കഥയാണ് ആക്ച്വലി ഇത്. പക്ഷേ കുട്ടികൾ അത് കേട്ട് ഉറങ്ങുന്നില്ലേ? സമാധാനമായി ഉറങ്ങുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ യൂസ് ചെയ്യാം. അതിനകത്ത് എന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ആൻഡ്രോയിഡ് ആണോ, അതേപോലെ തന്നെ ഐഫോൺ ആണോ? അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതിനകത്തൊന്നും നമുക്കറിയത്തില്ല. ബട്ട് നമുക്ക് ആൾക്കാരെ വിളിക്കാൻ പറ്റുന്നുണ്ട്, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ യൂസേജാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ ഇതിൽ ഒരുപാട് സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആയതുകൊണ്ടാണല്ലോ ഇത്രമാത്രം അതിനൊരു പോപ്പുലാരിറ്റി കിട്ടുന്നത്. അപ്പോൾ ആൾക്കാർക്ക് വേറെ ഗതിയൊന്നും ഇല്ലാത്തപ്പോഴാണെങ്കിലൊക്കെ ഇതിനകത്ത് വന്നു പെടുവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലൊരുപാട്, അതായത് നമ്മൾ ഡിഗ്രി വൈസ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ശരിക്കും ജ്യോതിഷത്തിൻ്റെ BA ഉണ്ട്, MA ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. ബട്ട് അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മളിത് പഠിക്കുക. അല്ലാതെ തന്നെ ഒരുപാട് ജ്യോത്സ്യന്മാർ ഓൺലൈനായിട്ടും ഓഫ്ലൈനുമായിട്ടും ഒക്കെ, അതായത് ഗുരുക്കന്മാർ പഠിപ്പിക്കാനൊക്കെ ഉണ്ട്. എങ്ങനെ നിന്ന് വേണമെങ്കിലും നമുക്കിതൊക്കെ പഠിക്കാം. അങ്ങനെ ഡീപ്പായിട്ട് പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹമുള്ളവർ, കാരണം കുറേ കുട്ടികളിങ്ങനെ ടൈമൊക്കെ വേസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അവർക്കിതൊക്കെ പലർക്കും, അതായത് 8th ഹൗസിലാണ് നമ്മുടെ ഈ പറഞ്ഞ മാതിരി ഈ അസ്ട്രോളജിയും ഈവൻ സെക്ഷൽ ആക്ടിവിറ്റീസും ഒക്കെ വരുന്നത്. അപ്പോൾ കുറേ പേര് ഈ പോൺ സൈറ്റ്സ് ഒക്കെ കാണുന്നവർ എൻ്റെ അഭിപ്രായത്തിൽ അവർ ഈ അസ്ട്രോളജിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക്, കാരണം ഇതിലൊക്കെ ഏതെങ്കിലും ഒന്നിലേക്ക് നമ്മളങ്ങ് പോയി കഴിഞ്ഞാൽ മറ്റേ ഫീൽഡ് അങ്ങനെ മാഞ്ഞു പൊയ്ക്കോളും. സോ അവരൊക്കെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനോടുള്ളൊരു ഇൻട്രസ്റ്റൊക്കെ മാറി ഇതിലേക്ക് ഭയങ്കരമായിട്ട്, അസ്ട്രോളജിയിലേക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വരും. അപ്പം വലുതായിട്ട് നിങ്ങൾ വലിയൊരു അസ്ട്രോളജറൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകണം. പക്ഷെ ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ബേസിക് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. എന്നിട്ട് നിങ്ങളുടെ ജോലിയുടെ ഒപ്പം തന്നെ ഈ കാര്യങ്ങളും കൂടെ മെല്ലെ മെല്ലെ കൊണ്ടുപോകും. കുറേശ്ശെ പഠിച്ച് ഇത് നമ്മളിപ്പോൾ ഒരു എക്സാം എഴുതുന്ന പോലെ, അല്ലെങ്കിൽ IASനോ അല്ലെങ്കിൽ IPSനോ, അതല്ലെങ്കിൽ നമ്മൾ കീം എഴുതുന്ന പോലെ തന്നെ ഒരു ഫുൾ സബ്ജക്ട്സ് ഉണ്ട്. അത് മുഴുവൻ പഠിച്ചാലേ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയൊന്നുമില്ല. കുറച്ച് പാർട്സ് നമ്മൾ പഠിച്ചാലും ആ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഫുള്ളായിട്ട് നമ്മൾ അറിയണം, ഫുള്ളായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്കും വാസ്റ്റായിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് അറിയാമെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഈ മൂക്കില രാജ്യത്തെ മുറുമുക്കൻ രാജാവെന്ന് പറഞ്ഞ മാതിരി ഒരു കൂട്ടം ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ കുറേ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മൾ കുറേ കാലം കഴിഞ്ഞ് കണ്ടുമുട്ടുന്ന ഫ്രണ്ട്സ്, അവരുടെയൊക്കെ ഇടയ്ക്ക് ഒരാളാവാൻ പോലും നമുക്ക് ഇതിനകത്തുള്ള 2-3 ടെക്നിക്സൊക്കെ പഠിച്ചാൽ തന്നെ പറ്റും.
അപ്പോൾ അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണ്. പിന്നെ രണ്ടാമത് എന്തുകൊണ്ടാണ് ഇത് അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത്, പലപ്പോഴും പല കേസിലും മെയിനായിട്ട് കല്യാണം വരുമ്പോൾ നമ്മളെല്ലാവരും അറിയാം, നമ്മുടെ ഈ ഗ്രഹനിലയം എടുത്ത് പയ്യനാണെങ്കിൽ പെണ്ണിൻ്റെ അവരുടെ ആയിട്ട് നമ്മൾ മാച്ച് മേക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും ഈ ഒരുപാട് ജ്യോതിഷികളുണ്ട്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ മെഡിസിനൊക്കെ ആണെങ്കിൽ അവർക്കൊരു ഡിഗ്രി വേണം, അവരങ്ങോട്ട് പഠിച്ച് അല്ലെങ്കിൽ നമ്മളെ ജയിലിലൊക്കെ കൊണ്ടിടും. ഇത് ഒരു മരുന്ന് കൊടുക്കുന്നൊന്നും അല്ലല്ലോ. ഈ ജ്യോതിഷി എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതുമല്ലേ. അവർക്കിപ്പോൾ എന്ത് പറഞ്ഞാലും ആരും അവർ ജയിലിലൊന്നും കൊണ്ടിടാൻ പോകുന്നില്ല. ഒരാളെ സമാധാനിപ്പിക്കുക, ഒരാളുടെ പ്രശ്നത്തിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തുക, അല്ലെങ്കിൽ അയാൾക്കൊരു നേർവഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആക്ച്വലി ജ്യോതിഷിയുടെ ഒരു പേരിൻ്റെ തന്നെ അർത്ഥം. ജ്യോതി കാണിച്ചു കൊടുക്കുക, വിളക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഏത് വഴിയിൽ പോകണം എന്ന കൺഫ്യൂഷനായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കുക. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ കേസിലൊക്കെ വരുമ്പോൾ കല്യാണത്തിൻ്റെ കേസിലാണ് ഇത് വരുന്നത്. ഒരുപാട് മാച്ച് മേക്കിംഗ് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്തായാലും നമുക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യവുമില്ല, ജ്യോതിഷമൊന്നും നമുക്കിതിനൊന്നും ഒരു വിശ്വാസമില്ല, അസ്ട്രോളജിയെ അറിയത്തില്ല, അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമില്ല, നമ്മൾ അതിൽ ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല എങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ പേരൻസിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ പേരൻസിൻ്റെയോ ഒക്കെ നിർബന്ധം കാരണം നമുക്കിതിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഈ പറയുന്ന പോലെ നമുക്കിതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ ചെന്ന് കണ്ടുമുട്ടുന്ന ആ ജ്യോത്സ്യൻ നല്ലതാണോ ഇല്ലയോ എന്നെങ്കിലും നമുക്കൊന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ബേസിക് കാര്യങ്ങൾ നമുക്കറിയാം. കാരണം നല്ലൊരു ജ്യോത്സ്യനാണെങ്കിൽ നമ്മളെ ആക്ച്വലി പല പെൺപിള്ളേരുടെ അല്ലെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ പെൺപിള്ളേരുടെ ഈ ഗ്രഹനിലയം എടുത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. ആദ്യമേ തന്നെ അവരോട് നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കറിയാമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതായത് നമുക്ക് പാർട്ട്ണറായിട്ട് വരാൻ പോകുന്ന ആൾ ഏത് രൂപത്തിലായിരിക്കും, അയാളുടെ ഒരു ബേസിക് സ്ട്രക്ചർ. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം മൂൺ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ആളാണ് നമ്മൾക്ക് ഇതായിട്ട് വരാൻ പോകുന്നതെങ്കിൽ വളരെ സുന്ദരിയായിരിക്കും. ചെറിയ നമ്മളിപ്പം ചിരിച്ചാൽ അവർക്ക് ചിരി സഹിക്കാൻ പറ്റില്ല. അവരുടെ സന്തോഷമാണ് അവരുടെ മനസ്സിലെങ്കിൽ അത് മുഖത്ത് ഉറപ്പായിട്ട് കാണും. അവർ സങ്കടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ മുഖം അങ്ങ് മാറും. അത് നമുക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നല്ല ഭംഗിയുള്ള മുഖമായിരിക്കും, പക്ഷേ ബോഡിയൊന്നും നമ്മളെ വിചാരിക്കുന്ന പോലെ അത്ര പെർഫെക്റ്റ് ഷേപ്പിലോ അങ്ങനെയൊന്നും ആവണമെന്നില്ല. ബട്ട് വീനസ് ആണെങ്കിൽ, അതായത് ശുക്രനാണ് നമ്മുടെ ഈ 7th ഹൗസ് അല്ലെങ്കിൽ നമ്മുടെ മാരേജ് പാർട്ട്ണറുടെ ഡോമിനേറ്റിംഗ് ക്യാരക്ടർ ഉള്ള ആൾ അങ്ങനെയാണെങ്കിൽ അവർ ശരിക്കും മുഖവും ബോഡിയും എല്ലാം വളരെ, അതായത് അഫ്ലിക്ഷനൊന്നും ഇല്ലാത്തതാണെങ്കിൽ വളരെ രണ്ടും മുഖം പോലെ തന്നെ അവരുടെ ബോഡിയും അങ്ങനെ തന്നെയായിരിക്കും. അവർ കുറച്ച് ടെക്നിക്കലി അവർ കുറച്ച് റിച്ച് ആയിരിക്കും, അല്ലെങ്കിൽ റിസോഴ്സസ് ഉള്ള ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ ടെക്നിക്കലി കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള, ടെക്നിക്കൽ ഫീൽഡിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ അതേസമയം മാർസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് പാർട്ട്ണറായിട്ട് വരാൻ പോകുന്നതെങ്കിൽ അവർ ഈ പറഞ്ഞ കാര്യം ഈവൻ ഒരു പഴമഴിയാണെങ്കിലും എല്ലാ കാര്യത്തിനും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യത്തിന് നേരിടണോ, എന്താ ഒരു തന്നെ അടിക്കാൻ വന്നെങ്കിൽ ഇവളായിരിക്കും ആദ്യം ചെയ്യുന്നത്. നീ അടങ്ങിയിരിക്കാണ്ട് വർത്താനം പറഞ്ഞ് അതിനെ അടക്കി ഒതുക്കി ഇരുത്തിക്കളയും. അങ്ങനത്തെ അപ്പോൾ ഓരോന്നും നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ ആക്ച്വലി മാച്ച് മേക്കിങ്ങിന് പിന്നാലെ പോകാതെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് ഏത് ടൈപ്പ് ഓഫ് ആളാണ് വരാനുള്ള ആൾ എന്നുള്ളത് നമുക്കിതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിച്ചിട്ട് ആ ടൈപ്പ് ആൾക്കാർ നമ്മുടെ അടുത്ത് വരുവാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. സോഷ്യൽ കൾച്ചറൽ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമുക്കതൊന്ന് ഫൈനലൈസ് ചെയ്യാം. അപ്പോൾ അതേപോലെ ചിലപ്പോൾ സാറ്റേൺ, ചിലപ്പോൾ നമുക്ക് ആഗ്രഹം വളരെ സുന്ദരനായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പാർട്ട്ണറെ ആയിരിക്കും. ബട്ട് ആക്ച്വലി നമ്മുടെ ഇതിനകത്ത് കാണുന്നത് ഇവർ ചിലപ്പം വളരെ കണ്ടാൽ കുറച്ച് പ്രായം തോന്നുന്നത്, വളരെ സീരിയസ് ആയിട്ടുള്ള, നന്നായി വർക്ക് ചെയ്യുന്നത്, അത്ര വലിയ ഒരുങ്ങിയൊന്നും നടക്കാത്ത ഒരാളാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ സുന്ദരിയുടെ പിന്നാലെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ മിക്കവാറും അത് ഫെയിലിയറായി പോകത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നമുക്ക് കണ്ടുകിട്ടാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് നമുക്ക് എന്താണ് വേണ്ടത്, നമ്മുടെ പാർട്ട്ണർ ആവാൻ പോകുന്ന ആൾക്കുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനും ഇതിലൂടെ പറ്റും. ഇപ്പോൾ ഞാനിതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്ത് ഇവർ പറയുന്നത്, ഒട്ടും സയൻറ്റിഫിക് അല്ലാത്ത കാര്യങ്ങളാണല്ലോ പറയുന്നതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്നെ ബാക്കിയുള്ള വീഡിയോസ് ഇത് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ ഇത് കാണണമെന്നില്ല. ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. താല്പര്യമില്ലാത്തവർ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്തൊന്നും പോകണ്ട, ബട്ട് ബാക്കിയുള്ള വീഡിയോസ് കാണുക. ഞാൻ ഈ ജ്യോതിഷം വീഡിയോ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ഇടുന്നതാണ്. കാരണം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രണ്ട് കാര്യം. പിന്നെ വേറെ പ്രശ്നമെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസൊക്കെ, ഭയങ്കര പ്രശ്നത്തിലേക്കൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇത് നമ്മളോ നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ അമ്മമാരോ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവരോട് ഏതെങ്കിലും ആൻറ്റിമാർ പറഞ്ഞൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് അവർ ഭയങ്കര വലിയ ലക്ഷങ്ങൾ വില വരുന്ന ഓരോരോ കർമ്മങ്ങൾ ചെയ്യുക, പൂജകൾ ചെയ്യുക, ഇങ്ങനെയൊക്കെ പറയുന്ന കേസിൽ ഇവരങ്ങ്
പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കിതിൽ വിശ്വാസമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നുന്നുണ്ട് ഇത് എന്തൊക്കെ ഈ പറയുന്നത്, ഇതൊന്നും ലോജിക്കലല്ലല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ടാകും. ബട്ട് ഇവർ ചെയ്തില്ലെങ്കിൽ വീട്ടുകാർ ഈ അമ്മയോടും ഒക്കെ നമുക്ക് ഒരുപാടൊന്നും പറയാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ സഹോദരിമാരോട് അല്ലെങ്കിൽ ഭാര്യയോടൊക്കെ അവരിങ്ങനെ ഇതിലങ്ങ് ഭയങ്കരമായി വിശ്വസിച്ചിരിക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് ബേസിക് നോളജ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വലിയ വലിയ പൂജകളൊന്നും ചെയ്യാതെ തന്നെ സിമ്പിളായിട്ടുള്ള റെമഡീസ് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവരോട് നമുക്ക് ചോദിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഇതിലെന്താണ് കാര്യം, അല്ലെങ്കിൽ ഇതിന് സൈമൾട്ടേനിയസ് ആയിട്ട് എല്ലാ കാര്യത്തിനും വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള കുറേ കർമാസ് അല്ലെങ്കിൽ റെമഡീസൊക്കെ വേറെയുണ്ട്. അപ്പോൾ അത് നമുക്ക് ചോദ്യം ചെയ്യാനും നമുക്ക് ഇവരോടൊക്കെ സംസാരിക്കാനും ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണ്ടേ. സോ അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള ഈ പറയുന്ന അസ്ട്രോളജിയുടെ കാര്യങ്ങൾ നമ്മളെല്ലാം അറിഞ്ഞിരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ പിന്നെ ഇതിനകത്ത് തന്നെ ഒരുപാട്, കാരണം ജെമിനി ഇപ്പം നമ്മളിപ്പോൾ കാണുന്നില്ലേ, സാധാരണ ഇപ്പോൾ സിനിമയിലൊക്കെ ആണെങ്കിലും കാണത്തില്ലേ, ആൺപിള്ളേരെ പെൺപിള്ളേരെ ഒന്ന് വളയ്ക്കാൻ വേണ്ടി നിൻ്റെ കൈ നോക്കുക, എനിക്കറിയാം. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും നമ്മുടെ കാര്യം വേറൊരാളിങ്ങനെ പറയുന്നത് കേൾക്കാൻ നല്ല രസമുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് എവിടെ പോയാലും നമുക്ക് കുറച്ച് ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കാൻ കുറച്ച് മടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്ക് ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി ഇതൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ചുമ്മാ രസമാണ്, ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൈ കണ്ടിട്ട് ഹസ്തരേഖ, അത് വേറെ ഇതിനകത്ത് തന്നെ ഒരു ഫീൽഡാണത്. പാമിസ്ട്രി, അതുപോലെ തന്നെ ന്യൂമറോളജി. അപ്പോൾ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാണാവുന്നേ ഉള്ളൂ, കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഈ നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ഒരാളുടെ ഒരു ബേസിക് സ്വഭാവം കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പം വേദിക് അസ്ട്രോളജി കുറച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരാളെ കാണുമ്പോൾ തന്നെ ഈ പറഞ്ഞ മാതിരി ഇയാൾ സൺ ഡോമിനേറ്റർ ആണോ, ഇയാളുടെ ബേസിക് സ്വഭാവം എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അവരുടെ മുഖവും അവരുടെ ശരീരവും അവരുടെ ബോഡി ലാംഗ്വേജും സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ആൾക്കാരെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാമെന്ന് പറയുന്നതൊക്കെ റിയലി ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. അപ്പം നമ്മളിപ്പോൾ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇത് പഠിച്ചിട്ട് അവരുടെയൊക്കെ ഇതൊക്കെ വാങ്ങിച്ച് നമ്മൾ നോക്കിക്കഴിയുമ്പം അതുമായിട്ട് മാച്ച് ആകുമ്പോഴൊക്കെ നമുക്കൊരു സന്തോഷം കിട്ടും. പിന്നെ ഓഫ് കോഴ്സ് ഇത് ഒരുപാട് പൈസ, അതായത് വാസ്തു എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്, അയാൾക്ക് വാസ്തു അറിയാം. പ്ലസ് ഈ വാസ്തു എന്ന് പറഞ്ഞാൽ വേറൊരു അഡീഷണൽ ടോപ്പിക് ഉണ്ട്. വാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെയും ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഗ്രഹനില വെച്ചിട്ട് ആ വീട് ഇതിൻ്റെ സ്ഥാനം, ഓരോരോ ലൊക്കേഷൻ, അതായത് എൻട്രൻസ് എങ്ങനെയായിരിക്കണം, ബാക്ക് എങ്ങനെയായിരിക്കണം, ഗേറ്റ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. അപ്പോൾ ഇത് നമുക്ക് വളരെ സില്ലി ആയിട്ട് തോന്നും. പക്ഷേ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അവരൊക്കെ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. എന്തിനാണ്, അല്ലെ അവർക്ക് ഗുണം കിട്ടിയിട്ടാണോ, അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഇത് ഒരു സിറ്റിങ്ങിനൊക്കെ, അതായത് ഒരു പ്രാവശ്യം ഇങ്ങനെ വിസിറ്റ് ചെയ്ത് ഇതിൻ്റെ റെമഡീസ് പറഞ്ഞു കൊടുക്കുന്നതിനൊക്കെ തന്നെ വളരെ വലിയ അസ്ട്രോളജേഴ്സൊക്കെ ഇന്ത്യയിൽ തന്നെ 5-6 ലക്ഷം രൂപ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ആൾക്കാർ ചോദിക്കുന്ന പൈസ കൊടുക്കാൻ തയ്യാറാണ് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എന്തിനാണ് പിന്നോട്ട് പോകുന്നത്? നമുക്കും ഇതറിയാം. പിന്നെ ഇത് നമ്മൾ പറയുന്നതെല്ലാം ശരിയാവണമെന്നൊന്നുമില്ല, അതിനൊക്കെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഇത് ഡിപ്പെൻസ്. പിന്നെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന, കാരണം മാത്തമാറ്റിക്സ് ചിലപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ലല്ലോ, അതേപോലെ തന്നെയാണ് ഇത്. അത് കുറേ നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ ഏതോ ഒരു ടോപ്പിക്കിൽ ഏതോ ഒരു സമയത്താണ് നമുക്ക് അതിൻ്റെ ഒരു ട്രിക്ക് മനസ്സിലാവുന്നത്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇറ്റ്സ് ഈസി. അപ്പോൾ അതിന് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അല്ലെങ്കിൽ പോലും ഒരു ബേസിക് കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാനും ആരെങ്കിലും, പിന്നെ ചില അമ്മമാരൊക്കെ ഉണ്ട് കല്യാണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ 100 കാര്യങ്ങൾ പറയും. അവിടെ ഇരിക്കാൻ പാടില്ല, ഇവിടെ ഇരിക്കാൻ പാടില്ല, ഭാര്യ ഇന്നത്തെ ദിവസം ഇന്ന ചെയ്യാൻ പാടില്ല, വെള്ളിയാഴ്ച നഖം വെട്ടാൻ പാടില്ല, ചൊവ്വാഴ്ച മുടി വെട്ടാൻ പാടില്ല. സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഇതിനപ്പുറത്തേക്കൊന്നും അറിയത്തില്ല. അപ്പം നമുക്കിതിനെക്കുറിച്ചൊക്കെ അറിയാമെങ്കിൽ ഇവരിങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ബിഹൈൻഡ് എന്താണെന്ന് നമുക്കും സെർച്ച് ചെയ്യാൻ പറ്റും. നല്ലതാണെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാം. കാരണം ഇതിൻ്റെ വൈ ദേ ആർ ടെല്ലിങ്, അതിനെക്കുറിച്ച് അവർക്ക് ഒരു ഐഡിയ ഇല്ലാതെ അവർ ആരോ കേട്ടത് പറഞ്ഞിട്ടൊക്കെ ഓരോന്ന് പറയുന്നതാണ്. പല ഒരുപാട് കാര്യങ്ങൾ, അതിൽ കുറേയൊക്കെ അന്ധവിശ്വാസമുണ്ട്, കുറേയൊക്കെ നല്ലതുണ്ട്. അപ്പോൾ ഇതിലേതാണ് നല്ലത് ചീത്ത എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ കൂടുതൽ നമുക്കറിയാമെങ്കിൽ ഇവരാരും നമ്മുടെ ഉണ്ടെങ്കിൽ അധികം ഒന്നും ഡയലോഗ് പറയാനായിട്ട് വരത്തില്ല. പിന്നെ അത്യാവശ്യം നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോഴത്തെ ഒരു ജോബ് സ്ട്രാറ്റജിയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ IIT IIM എന്നൊക്കെ പാസ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ലെങ്കിലും ഒരു 35 40 42 ആകുമ്പോഴത്തേക്കും നമ്മളെ മാക്സിമം പിഴിഞ്ഞ് നമ്മൾ അത്രയും നമ്മുടെ ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ടുണ്ടാവും നമ്മളെ വർക്ക് ചെയ്യിപ്പിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, ഇപ്പോൾ IIT IIM ഒക്കെ ഉള്ള ആൾക്കാരെ മാത്രമേ ഇവർ ഹയർ മാനേജ്മെൻറ്റ് ഹയർ ലെവലിലേക്കൊക്കെ വിടത്തുള്ളൂ. ബാക്കിയുള്ളവരെ ഈ ഒരു 40 42 43 45 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെ അങ്ങ് മാക്സിമം ടോർച്ചർ ചെയ്യും. കാരണം ഇവർക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ മാക്സിമം നമുക്ക് ഇൻക്രിമെൻറ്റ് തരാതെ, നമുക്ക് പ്രൊമോഷൻ തരാതെ, നമ്മളെക്കുറിച്ച് അൺനെസസറി നമ്മളെ
ടീസ് ചെയ്ത് അപ്പോൾ നമുക്ക് ജോലി വിടേണ്ട ഒരു അവസ്ഥയൊക്കെ വരും. അപ്പോൾ ഇതൊരു സൈഡായിട്ട് നമുക്കുണ്ടെങ്കിൽ നമുക്കിതുപോലെ കൺസൾട്ടേഷനൊക്കെ ചെയ്തൊക്കെ നമുക്ക് വേറെ രീതിയിലുള്ള കൺസൾട്ടേഷനുകൾ, ഇപ്പം മെഡിക്കൽ അസ്ട്രോളജി അത് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. കുട്ടികളുണ്ടാകാത്ത പ്രശ്നങ്ങൾ. അപ്പോൾ ഇവരെന്തൊക്കെ ഇവർ ഓൾറെഡി ഒരു ഡോക്ടറെ കാണുമ്പോൾ ഇപ്പോൾ ആയുർവേദം എടുക്കുന്ന ആൾക്കാർ വിത്ത് മെഡിക്കൽ അസ്ട്രോളജിയും കൂടി എടുക്കുകയാണെങ്കിൽ, അത് ഈവൻ മെഡിസിൻ എടുക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഓൾറെഡി അവർക്ക് അതൊന്നും പഠിക്കാനും സമയം കിട്ടത്തില്ല. അപ്പോൾ ഈ ആയുർവേദമൊക്കെ വിത്ത് ഇങ്ങനത്തെ ഉള്ള മെഡിക്കൽ അസ്ട്രോളജിയൊക്കെ ഭയങ്കര പോപ്പുലറാണ്. കാരണം ഓരോരോ അസുഖങ്ങൾ വരുന്നു, ആൾക്കാർ മരുന്ന് കഴിക്കുന്നുണ്ട്, അതോടൊപ്പം ഇതിലെന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആർക്കും ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാ ചെറിയ കാര്യങ്ങൾക്കും വരുന്നു. അപ്പോൾ ഏതൊക്കെ ഫീൽഡിലാണ്, അപ്പോൾ നമുക്ക് ഈ ഫീൽഡിനെ കുറിച്ചൊക്കെ അത്യാവശ്യം അറിവുണ്ട്, നമുക്കൊരു കൺസൾട്ടൻ്റ് ആവാമല്ലോ. അപ്പോൾ ഏത് ഫീൽഡിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത്, പ്ലസ് നമുക്ക് ഇതും കൂടെ അറിയാമെങ്കിൽ ഈ പറഞ്ഞ കൺസൾട്ടേഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഇവരുമായിട്ടൊരു ഇൻട്രോ, ഒരു സ്റ്റാർട്ടിങ് സംസാരിക്കുന്നതിന് ഒരു ടോപ്പിക്കുമാകും, ഒരു രസകരമായിട്ടുള്ള കാര്യമായിരിക്കും. ഈ വരുന്ന ആൾക്കാരുടെ ഏകദേശം ലക്ഷണമൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ 40-50 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെ പറഞ്ഞു വിടുക, ലേ ഓഫ്സ് ഒക്കെ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഇതൊരു ഇപ്പോഴേ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേശ്ശെ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു നല്ലൊരു ഇൻകം ജനറേറ്റിംഗ് സോഴ്സാണ്. ആക്ച്വലി ഇതിനൊരു ഇൻകം ജനറേറ്റിംഗ് സോഴ്സ് എന്നൊന്നും പറയാൻ പാടില്ല. ഇത് നമുക്ക് ചിലരൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റിൽ നല്ലതായിട്ട് പറയുന്ന ആൾക്കാരുമുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഒരു ആസ് എ കരിയർ എന്ന് പറയുവാണെങ്കിൽ അത് വളരെയേറെ നല്ല, നമ്മൾ സക്സസ് ആയിക്കഴിഞ്ഞാൽ വളരെയേറെ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. നമുക്ക് നന്നായി പഠിക്കാൻ പറ്റിയ, നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയാൽ, അതിനുള്ളൊരു കപ്പാസിറ്റി നമുക്ക് കിട്ടിയാൽ, നമ്മൾ അത്രമാത്രം ടൈം സ്പെൻഡ് ചെയ്താൽ, അതുപോലെ തന്നെ നമുക്ക് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയറാണ്. പിന്നെ ഉള്ളത്, നമുക്ക് അത്യാവശ്യം ഇതൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഓഫീസ് പൊളിറ്റിക്സ് ഒരുപാടുള്ള കാലഘട്ടമാണിപ്പം. അപ്പോൾ അധികം പേരൊന്നും നമ്മളെ ദ്രോഹിക്കാൻ വരത്തില്ല. ഈവൻ നമ്മുടെ ബോസസൊക്കെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടിയൊക്കെ പുള്ളിക്കാരനറിയാം, പുള്ളിക്കാരത്തേക്ക് അറിയാം, അധികം അങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട എന്ന് വിചാരിച്ച് നമുക്കിപ്പം നമ്മുടെ ബോസിനെ സോപ്പിടാനാണെങ്കിൽ പോലും പുള്ളിയുടെ കാര്യങ്ങൾ ഒക്കെ നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ അവർ വീഴും. ഈ ബേസിക് കാര്യങ്ങൾ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് രാഹു കേതു എവിടെയൊക്കെയാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്ന രാഹു കേതു എന്നൊക്കെ പറയുമ്പോൾ ഇത് എന്താണ് ഇവർ ഈ പറഞ്ഞ അന്ധവിശ്വാസമാണ്. ബട്ട് ആക്ച്വലി ഇതൊക്കെ ഇങ്ങനെയൊക്കെ പേരുണ്ടെങ്കിലും, അപ്പോൾ ഒരു സിമ്പിൾ കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ സോളാർ സിസ്റ്റം ഉണ്ടല്ലോ, സോളാർ സിസ്റ്റം ഒരു ഇപ്പം എക്സ് കോർഡിനേറ്റിലാണ് ഇത് വരുന്നത്, ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് കരുതുക. അപ്പോൾ നമ്മുടെ മൂൺ ആക്ച്വലി റൊട്ടേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മൂണിൻ്റെ തിരിച്ച് വൈ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വൈയും എക്സും, മൂണിൻ്റെ ഈ ഓർബിറ്റ് ഈ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ കട്ട് ചെയ്യുന്ന 2 പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ആ 2 നോട്ട്സാണ് ആക്ച്വലി രാഹു കേതു എന്ന് പറയുന്നത്. പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ സയൻറ്റിഫിക്കലി ഇതാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻസ്. അപ്പോൾ ഈ 2 നോട്ട്സിനെയാണ് രാഹു കേതു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതെന്ന് പറയുന്ന ഒരു ചെസ്സിൽ നമ്മൾ പറയത്തില്ലേ, ആനയുണ്ട്, കുതിരയുണ്ട്, മനുഷ്യന്മാരുണ്ട്, രാജാവുണ്ട്, റാണി. അത് ആക്ച്വലി രാജാവ് റാണിയൊന്നും അല്ലല്ലോ, അത് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻസാണ്. അതുപോലെ ദീസ് ആർ ഓൾ, ഈ ഗ്രഹങ്ങൾ എന്നൊക്കെ പറയുന്നത് ദീസ് ആർ ഓൺലി ഇൻഡിക്കേഷൻസ്. അപ്പം നമ്മളുടെ ഫ്യൂച്ചർ ഇതിനെ വെച്ചിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ഈ ജ്യോതിഷത്തിൽ കൂടെ കാണുന്നത്. അപ്പോൾ നിങ്ങളത് നോക്കുക, നിങ്ങളിതിനെ ഒന്നും വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല, ബട്ട് നിങ്ങളിത് ജസ്റ്റ് ഒന്ന് പഠിക്കുക, അപ്ലൈ ചെയ്ത് നോക്കുക, ഇതൊക്കെ ശരിയാണോ തെറ്റാണോ, നമുക്ക് പറ്റുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുമ്പം നമുക്കിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡായിട്ട് തോന്നും. അത് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർ പോവുക. ഫുള്ളായിട്ട് ഇപ്പോൾ നിങ്ങൾ അങ്ങനെ പോകണമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നതിന് പകരം കുറച്ച് സമയം ഇത് പഠിക്കാൻ ചിലവാക്കി കഴിഞ്ഞാൽ വളരെ രസമുള്ളൊരു ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് തോന്നും. അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ കാര്യം നമുക്ക് നോക്കാൻ പറ്റും. നമുക്കൊക്കെ ചില പോർഷൻസ് ഉണ്ട്, അതിൽ ചില കാര്യങ്ങളുണ്ട്, ചില ഏരിയാസ് ഉണ്ട്. നമ്മൾ മനുഷ്യരല്ലേ, എല്ലാം നമുക്കങ്ങ് പെർഫെക്റ്റായി കിട്ടത്തില്ല. ചിലപ്പോൾ നല്ലൊരു അച്ഛനെയോ അമ്മയോ ആയിരിക്കത്തില്ല കിട്ടിയിട്ടുണ്ടാവും, ബട്ട് അവർക്ക് ചിലപ്പോൾ നല്ലൊരു ഭർത്താവിനെ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളുടെ സൈഡിൽ നിന്ന് നല്ല കുട്ടികളായിരിക്കും, നല്ല ആ ഒരു സൈഡിൽ. അപ്പോൾ പലതും പല ഹൗസസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ചിലർക്ക് ചിലപ്പം വളരെ നല്ല പേരൻസിനെയൊക്കെ കിട്ടുന്നുണ്ടാകും, ബട്ട് അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ ഇതിലെല്ലാം നല്ലതായിരിക്കും. ചിലപ്പം ഓഫീസ് പൊളിറ്റിക്സ് കാരണം ഇവരുടെ ജീവിതം, ഒഫീഷ്യൽ ലൈഫേ ബുദ്ധിമുട്ടായി. അപ്പോൾ ചിലർക്ക് നമുക്ക് ബിസിനസ്സാണോ നമുക്ക് ചേരുന്നത്, അതോ ചിലർ ഏത് ജോലിയിൽ പോയാലും കുറച്ച് കഴിയുമ്പം ഒന്നെങ്കിൽ അവർക്ക് ആ കമ്പനി വിടേണ്ടി വരും, അല്ലെങ്കിൽ ആ കമ്പനിയെ പൊളിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ജോബ്സ് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം നമ്മൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രശ്നങ്ങളൊന്നും സോൾവ് ആകുമെന്ന് ഞാൻ പറയുന്നില്ല. ഇത് പഠിച്ചാലും ഇതിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താലും, ബട്ട് ഈ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവും, ഇന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് നമ്മളങ്ങ് സമരസപ്പെട്ടു പോകും. അല്ലെങ്കിൽ ആ പ്രശ്നം നമ്മളിങ്ങനെ ചിന്തിച്ച് കൂട്ടത്, അയ്യോ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വന്ന, വേറെ ആർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ലല്ലോ. അപ്പം
ചില പാർട്സിൽ നമുക്ക് വളരെ സക്സസ് ഉള്ള ഏരിയാസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ, വളരെ നല്ല ഏരിയാസ് ഉണ്ട്, മോശം ഏരിയാസും ഉണ്ട്. അപ്പോൾ ഏതാണ്, എവിടെ നിന്നാണ് നമുക്ക് ആരെങ്കിലും നമുക്ക് ഇച്ചിരി അത്യാവശ്യം വന്നാൽ ഒരു ഇച്ചിരി പൈസ ചോദിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാൽ കിട്ടുന്ന എവിടെ നിന്നാണ്, ഒരിക്കലും കിട്ടാത്ത എവിടെ നിന്നാണ്. അപ്പം നമ്മൾ കിട്ടാത്തടത്ത് പോയിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒക്കെ ഇത് സഹായിക്കും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഞാൻ ഇതിൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങളുടെ കമൻസ് പോലെ ഇരിക്കും. ഇപ്പം ടൈമൊന്നും ഇല്ലായിരിക്കും, ബട്ട് സ്റ്റിൽ വെൻ യു ഹാവ് ടൈം നിങ്ങളത് നോക്കുന്നത് നല്ലതായിരിക്കും. സോ ഇതൊരു കരിയർ, ഇറ്റ്സ് എ ബെസ്റ്റ് കരിയർ ഇൻ ടുഡേയ്സ് വേൾഡ്. ഇന്ത്യയിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ബിസിനസ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ജ്യോതിഷവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അതിലൊന്നും കുറയ്ക്കാൻ പറ്റില്ല. കാരണം ആൾക്കാരങ്ങ് ചുമ്മാ ഇങ്ങനെ ആസ്ട്രോ ടോക്ക് എന്നൊക്കെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങളുണ്ട്. അതിലൊക്കെ ആണെങ്കിൽ എത്രയോ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ പറയും, അത് ഒന്നും അറിയാത്ത ആൾക്കാരൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. എന്നിട്ട് പോലും ആ കമ്പനി അവരുടെ ടേൺ ഓവർ ഭയങ്കരമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാ ടീനേജേഴ്സ് ആണെങ്കിൽ തന്നെ എൻ്റെ ലവർ ഇന്ന് പോകുമോ, അല്ലെ എനിക്ക് ബ്രേക്കപ്പ് അതിന് തിരിച്ചു വരും, ഇങ്ങനെയുള്ള സില്ലിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അവർക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ ഇപ്പം ഈവൻ ഒരു ഫാൻ, എൻ്റെ വീട്ടിൽ ഏത് കളർ ഫാൻ വേണമെന്ന് വരെ ഇപ്പം മറ്റുള്ളവരോട് ചോദിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് ഒരു കൺസൾട്ടേഷൻ ബേസ്ഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കരിയറാണ്. സോ ഇതാണ് ഇതിലൂടെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അതും പറയാം. ഓക്കെ, സോ സബ്സ്ക്രൈബ്. താങ്ക് യു.